കായംകുളം സബ് ജില്ലയിലെ അധ്യാപക പരിശീലനങ്ങൾ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം സബ് ജില്ലയിലെ അധ്യാപക പരിശീലനങ്ങൾ ആരംഭിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BPC ഗായത്രി ജെ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പ്രമീള, AEO മധു, ട്രെയിനർ ലത KS, RP-മാരായ MS ഷീജ, സിന്ധു KC, L സുധർമ്മ എന്നിവർ പങ്കെടുത്തു. LP, UP വിഷയങ്ങൾക്ക് സബ് ജില്ലാ തലങ്ങളിലും ഹൈസ്കൂൾ വിഷയങ്ങൾക്ക് ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം സബ് ജില്ലകൾ ക്ലബ്ബ് ചെയ്തുമാണ് പരിശീലനങ്ങൾ നടത്തുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില ആശങ്കകൾ നമുക്കുണ്ടായിരുന്നു. കാരണം ഇത് 5 ദിവസമുണ്ടോ 2 ദിവസമുണ്ടോ അതോ ഓൺലൈൻ ആയിരിക്കും ഓഫ്ലൈൻ ആയിരിക്കും എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അധ്യാപക സംഘടനാ പ്രതിനിധികളടക്കം ഓഫ്ലൈനായിട്ട് തന്നെ നമ്മുടെ പരിശീലന പരിപാടി നടത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എല്ലാ വർഷങ്ങളിലും നമ്മുടെ പരിശീലന പരിപാടിയാണ് നമ്മളെ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മളെ ഈ രംഗത്ത് സജീവമായി നിലനിർത്തുന്നത്. അതിനു വേണ്ടിയിട്ട് ഇത്തവണയും 2 ദിവസത്തെ പരിശീലനമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് പ്രക്രിയാധിഷ്ഠിത പഠനമുണ്ട്, അനുഭവാധിഷ്ഠിത പഠനമുണ്ട്. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരുപക്ഷെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ 25 നിർദ്ദേശങ്ങളാണുണ്ടെങ്കിൽ കേരളത്തിന് 26ാമത്തെ ഒരു നിർദ്ദേശം കൂടെ മുൻകൂട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ നവകേരളം എന്നുള്ളൊരാശയം അതുപോലുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് നടക്കുന്നത്. ആദ്യ സ്പെല്ലിൽ LP, UP, HS വിഭാഗങ്ങളിലായി 17 ബാച്ചുകൾ കായംകുളത്ത് പരിശീലനം നേടുന്നുണ്ട്. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LPS, ഗവൺമെന്റ് UPS, BRC ഹാൾ, സെന്റ് മേരീസ് എന്നിവിടങ്ങളിലാണ് പരിശീലനം ക്രമീകരിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതം, ഹിന്ദി, സംസ്കൃതം വിഷയങ്ങളുടെ പരിശീലന ചുമതലയാണ് കായംകുളം സബ് ജില്ലയ്ക്കുള്ളത്. അധ്യാപക പരിശീലനം കൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് ക്ലാസ് റൂം വിനിമയം ഏറെ ഫലപ്രദമാക്കി അധ്യാപകർക്ക് നടത്തുന്നതിനുള്ള പരിശീലനങ്ങളാണ്. സ്വാഭാവികമായിട്ടും പുതിയ കാലത്തെ കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ പഠന തന്ത്രങ്ങൾ മെനയേണ്ടതിന്റെ അനിവാര്യതയുണ്ട്. ഈ അനിവാര്യതയെക്കുറിച്ചുള്ള കുറച്ച ബോധ്യങ്ങൾ 2 ദിവസത്തെ പരിശീലനത്തിൽ നിന്ന് അധ്യാപകർക്ക് ലഭ്യമാകും. അക്കാദമിക മാസ്റ്റർ പ്ലാൻ ഒരു സ്കൂളിന്റെ വികസനത്തിൽ സമഗ്ര ഗുണമേന്മ ഉറപ്പുവരുത്തത്തക്ക രീതിയിൽ സ്കൂളിന്റെ മികവ് ഉറപ്പിക്കുന്നതിൽ അക്കാദമിക മാസ്റ്റർ പ്ലാന് അതുപോലെ തുടങ്ങിയ പാഠപുസ്തക ചർച്ചകൾ തുടങ്ങിയവയൊക്കെ ഈ 2 ദിവസത്തെ പരിശീലനത്തിൽ ഉണ്ടാവും. വളരെ കൃത്യതയോടുകൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും പുതിയ അധ്യയന വർഷം അധ്യാപകർക്ക് ക്ലാസ് റൂമുകളിലേക്ക് എത്തിച്ചേരുന്നതിന് പരിശീലനം പര്യാപ്തമാകും. LP വിഭാഗങ്ങൾക്ക് 2 സ്പെൽ ഉണ്ടാകും. ഇത്തവണ 2 ദിവസം മാത്രമാണ് പരിശീലനമുള്ളത്. പുതിയ പാഠപുസ്തകങ്ങളെ പ്രവർത്തനാത്മകമായി ക്ലാസ് റൂമുകളിൽ വിനിമയം ചെയ്യേണ്ടതിന്റെയും പുതുതലമുറയിലെ കുട്ടികൾക്ക് ആകർഷണീയമായ രീതിയിൽ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിന്റെയും ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. QIP മോണിറ്ററിംഗ് സെൽ പരിശീലന സ്ഥലങ്ങൾ സന്ദർശിച്ചു. QIP DDE സിന്ധു, സമഗ്ര ശിക്ഷ കേരള പ്രൊജക്ട് ഓഫീസർ ഗോപാൽ, പ്രോഗ്രാം ഓഫീസർ സുനിൽ മാർക്കോസ്, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. CDNet ന്യൂസ്, കായംകുളം.